ഹലോ ഡേ 6 റൈറ്റ്. അതായത് 365 ഡേയ്സും കൊണ്ട് നമ്മൾ 1 crore rupees കവർ ചെയ്യുന്നതിന്റെ ഡേ 6 വീഡിയോ ആണിത്. ആക്ച്വലി ഈ ഒരു വീഡിയോ മേ ബി മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് ലേറ്റ് ആയിട്ടായിരിക്കും കിട്ടുക, കാരണം ഒത്തിരി പരിപാടി ഉണ്ടായിരുന്നു. കുറേ റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യാനുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഓടി വന്ന് ഇങ്ങോട്ട് ഇരുന്നതാണ്. അപ്പം ഇന്ന് ഞാൻ വേറൊരു കോൺസെപ്റ്റിനെ പറ്റി സംസാരിക്കാം എന്ന് ഓർത്ത്, പക്ഷേ ഇന്ന് അത് സംസാരിക്കുന്നില്ല, നാളെ അതിനെപ്പറ്റി സംസാരിക്കാം. കാരണം ഒത്തിരി ആൾക്കാർ ചോദിച്ചു ടൈം ബ്ലോക്കിംഗ്, ഗൂഗിൾ കലണ്ടറിൽ എങ്ങനെ ടൈം ബ്ലോക്കിംഗ് ചെയ്യാമെന്ന്. അത് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എങ്ങനെ നിങ്ങൾക്ക് ഡേയ്സ് ഷെഡ്യൂൾ ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇതുപോലൊരു ബുക്കിനകത്ത് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഒരു ബുക്കിനകത്തല്ല, നിങ്ങളുടെ ബുക്കിനകത്ത് എഴുതി വെക്കുക. ഒരു ബുക്ക് എടുത്തിട്ട് ഇതെന്താ ഞാൻ എടുത്തേ, ഓക്കെ, അങ്ങനെ എഴുതി വെക്കുക. അതിനുശേഷം ഗൂഗിൾ ടൈം ബ്ലോക്കിൽ അത് എപ്പോൾ ചെയ്യണം എന്നുള്ള രീതിയിൽ അതിനൊരു ടാസ്കുകളാക്കി ആഡ് ചെയ്തിടുക. ആഡ് ചെയ്തിട്ട് കഴിയുമ്പം നിങ്ങളിപ്പോൾ സിസ്റ്റത്തിൽ ചെയ്യുന്നവർക്ക് സിസ്റ്റത്തിൽ ചെയ്യാം. സിസ്റ്റത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം മെയിൽ ഐ ഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ മിസ്സിംഗ് ആയി, ഐ മീൻ ഫോണിലും നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഒരു ടൈമിൽ പോകാനായിട്ട് പറ്റും. മനസ്സിലായില്ല? അപ്പോൾ അതാണ് വെറുതെ നമുക്ക് കുറേ ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല. നമുക്കിനി നേരെ ഓരോരോ കാര്യങ്ങൾ ചെയ്തു തീർക്കണം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നാളെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നാളെ എന്തുമായാലും ഞാൻ ആ സെൽഫ് ഡെവലപ്മെൻറ്റിൻ്റെ വീഡിയോ ചെയ്തിരിക്കും, കുറേ കൂടെ ഫോക്കസ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമുക്ക് ഗൂഗിൾ കലണ്ടറിൽ എങ്ങനെ ടൈം ബ്ലോക്കിംഗ് ചെയ്യാമെന്ന് നോക്കാം. സോ ഗൂഗിൾ കലണ്ടറിൽ ടൈം ബ്ലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഗൂഗിൾ കലണ്ടർ ഓപ്പൺ ചെയ്യണം. നിങ്ങൾക്കിത് ആക്ച്വലി മൊബൈലിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനൊരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഇതിൽ കാണിച്ചു തരുന്നത്. ഗൂഗിൾ കലണ്ടർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഇതാണ് നിങ്ങൾക്ക് വരാനുള്ള ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇന്നിപ്പോൾ വെനസ്ഡേ ആണ്. വെനസ്ഡേ ആയിട്ടുണ്ടല്ലേ, റൈറ്റ്. സോ വെനസ്ഡേ ആണ്. ഇതിപ്പോൾ ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേക്കാൻ പോകുന്നത് ഒരു 6 o'clock വിചാരിക്കാം. സോ 6 o'clock അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടൈറ്റിലിന് പേര് കൊടുക്കാൻ കാണും. നിങ്ങൾ ജസ്റ്റ് അത് കൊടുക്കുക. ഓക്കെ, വേക്കപ്പ് എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങളവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് നിങ്ങൾ എത്ര ദിവസം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വേക്കപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 6 to 7 AM കൊടുക്കുന്ന സമയത്ത് ഞാൻ നോർമലി എവറി വീക്ക് ഡേ മൺഡേ ടു ഫ്രൈഡേ ആണ് കൊടുക്കുന്നത്. സാറ്റർഡേ സൺഡേ ഞാൻ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേക്കാനായിട്ട് ചെയ്യും. നിങ്ങൾക്കും അങ്ങനെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയും കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഡിസ്ക്രിപ്ഷനിൽ വരിക. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും വേക്കപ്പ് ചെയ്യുന്ന സമയത്ത്, എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യണം. ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ റൊട്ടീൻ, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ്, അതേപോലെ വർക്കൗട്ട്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ആണ് ആഡ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ കൊടുത്ത് നിങ്ങൾ സേവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇവിടെ ആഡ് ആവും. ഇതിപ്പോൾ വെനസ്ഡേ ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് ആഡ് ആവാത്തത്. അപ്പോൾ ഇങ്ങോട്ട് നിങ്ങൾക്ക് ആഡ് ആക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പോലെ ചെയ്ത് നിങ്ങൾക്ക് റെഡി ആക്കാം. സോ അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇപ്പം ഇതിനകത്ത് ഞാൻ ഓൾറെഡി വർക്കൗട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് മൈൻഡ് ചെയ്യേണ്ട. നമുക്കിനി ഒരു വർക്കൗട്ട് സെഷൻ ആഡ് ചെയ്യാം. ഓക്കെ, ഒരു 7 to 7 o'clock അല്ലെന്നുണ്ടെങ്കിൽ 7:30 അല്ലെങ്കിൽ 7 o'clock നമുക്കൊരു വർക്കൗട്ട് സെഷൻ ആഡ് ചെയ്യാം. ജസ്റ്റ് ഈ ഒരു ഏരിയയിൽ ഇത് ചെയ്യുക. അതിനുശേഷം വർക്കൗട്ട് എന്ന് കൊടുക്കുക. വർക്കൗട്ട് എന്ന് കൊടുത്തു. ഇതിനെ ഞാൻ ഇവൻ്റ് മാറ്റി ടാസ്കിലോട്ടാക്കുകയാണ്. ടാസ്കിലോട്ടാക്കി കഴിയുമ്പം ഇപ്പം ചെസ്റ്റ് വർക്കൗട്ട് എന്ന് കൊടുക്കുകയാണ്. ചെസ്റ്റ് വർക്കൗട്ട് എന്ന് കൊടുത്തു, സേവ് കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഡേ നിങ്ങൾക്ക് വേറൊരു കാര്യമുണ്ട്. ഈ ഒരു ഇത് കാണാമല്ലോ, കീബോർഡിൽ കാര്യം. ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഡിക്കേറ്ററാണ്. ഇപ്പോൾ സമയം എന്തായി എന്നുള്ളത്. ഇപ്പോൾ 1 മണിക്ക് മുന്നേ, അത് 12:30 ഇതിൻ്റെ മൊണ്ടയ്ക്കൂടെ ട്രാവൽ ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് ടൈം അറിയാൻ പറ്റും. ഇപ്പോൾ ഈ വർക്കൗട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇതൊരു ടാസ്ക്കാണ്. ഇത് ഇവൻ്റ് ആണെങ്കിൽ ഇത് ടാസ്ക്കാണ്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്ക് കംപ്ലീറ്റഡ് എന്നാക്കി ഇടാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ടാസ്കിൻ്റെ കാര്യം. ഇത് നമുക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈ കലണ്ടേഴ്സ്, ഇപ്പോൾ ടാസ്കുകൾ ജസ്റ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ടാസ്കുകളെല്ലാം പോകും. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത്, ഇതിപ്പം പ്രീസെറ്റായിട്ട് കിടക്കുന്നതാണ്, പ്രീഡിഫൈൻഡ് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെയാണ് ആക്ച്വലി നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് പിന്നെ ഇതിൻ്റെ കളറുകൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഡിറ്റ് കൊടുത്ത് ഇവിടെ നിങ്ങൾക്ക് കളറുകളും കാര്യങ്ങളും എല്ലാം മാറ്റി നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ് ആക്ച്വലി. ദിസ് ആൻഡ് ഫോളോയിങ് ഇവൻറ്റ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാം ആ കളറിലാവും. സോ കണ്ടോ, ഇപ്പോൾ ഇത് മൊത്തത്തിലായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ആക്ച്വലി ടൈം ബ്ലോക്കിംഗ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഇനി ചെയ്ത് പഠിക്കുക. A to Z കാര്യങ്ങൾ ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ലേണിംഗ് ആയിട്ട് മാറത്തില്ല. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ടൈം ബ്ലോക്കിംഗ് ചെയ്യേണ്ടത്. സോ ടൈം ബ്ലോക്കിങ്ങിനെ പറ്റി വളരെ ചെറുതായിട്ടാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ തന്നെത്താനെ ചെയ്ത് ബാക്കിയുള്ളത് കവർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ മൊബൈൽ എന്ന് പറയുന്ന സാധനമുണ്ട്. എൻ്റെ കണ്ടില്ല, ഓക്കെ, സോറി. ഓക്കെ, സോ
മൊബൈൽ എടുക്കുക, അതിനകത്ത് ഗൂഗിൾ ഉണ്ട്, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക. ഇല്ലാതെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഉണ്ട്, യൂട്യൂബിൽ പോവുക, ഓരോരോ ഡൗട്ടുകൾ എന്താണോ അത് അടിച്ചു കൊടുക്കുക, അത് ക്ലിയർ ചെയ്ത് പോവുക. അതിനാണ് റിസർച്ച് ചെയ്ത് സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ തന്നെ ചെയ്ത് പഠിക്കുക. ഇത്രയാണ് ചെയ്യുന്നത്, വളരെ സിമ്പിളായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്തിടാം, ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനും മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഷെഡ്യൂൾ ചെയ്തിടാനും ഒക്കെ കാര്യങ്ങൾ ഒരുപാട് അതിനകത്ത് ചെയ്യാം. പക്ഷേ ഇങ്ങനെയാണ് വളരെ ബേസിക് ആയിട്ട് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഡേയ്സ് ഷെഡ്യൂൾ ചെയ്ത് തുടങ്ങിക്കോ. എനിക്കറിയാം ഇത് കുറച്ച് ഡിലേ ആയെന്നറിയാം ഇത് പറഞ്ഞു തരുന്നത്, പക്ഷേ ദാറ്റ്സ് ഓക്കെ. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട്. എല്ലാം നമുക്ക് വളരെ പതിയെ ചെയ്യാം, വളരെ സ്മാർട്ടായിട്ട് ചെയ്യാം, ഹാർഡ് വർക്ക് അതിൻ്റെ കൂടെ തന്നെ ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഡേ 7 കാണാം. Tata, bye bye. Peace out.